അപ്പോ ഇന്ത്യൻ മാർക്കറ്റിൽ ഇന്ന് എന്താ സംഭവിച്ചത്? നിഫ്റ്റി 50ക്ക് ഒരു ചെറിയ ഇടിവ് പറ്റിയിട്ടുണ്ട്. എന്താണിതിന് പിന്നിൽ? എന്തുകൊണ്ടിങ്ങനെയായി? നമുക്കൊന്ന് വേഗത്തിൽ നോക്കാം. ഇതാണ് ഇന്നത്തെ പ്രധാന സംഖ്യ. 0.58% ഇടിവ്. അതായത് മാർക്കറ്റിൽ ഇന്ന് വ്യക്തമായൊരു പ്രഷർ ഉണ്ടായിരുന്നു എന്ന് സാരം. ഈ ഇടിവ് കാരണം നിഫ്റ്റി ക്ലോസ് ചെയ്തത് ഏകദേശം 25,810-ലാണ്. ശരിക്കും പറഞ്ഞാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ മാർക്കറ്റിലൊരു ക്ഷീണം കാണാനുണ്ടായിരുന്നു. അപ്പൊ സ്വാഭാവികമായും നമ്മൾ ചിന്തിക്കും, എന്താണ് ഈ ഇടിവിന് പിന്നിലെ പ്രധാന കാരണം, അല്ലേ? സത്യം പറഞ്ഞാൽ ഒരൊറ്റ കാരണമല്ല, നമ്മുടെ നാട്ടിലെയും പുറത്തെയും ചില കാര്യങ്ങൾ ഒരുമിച്ച് വന്നതാണ് ഇതിന് കാരണം. നമ്മുടെ നാട്ടിലെ കാര്യങ്ങൾ ആദ്യം നോക്കാം. ടെക്നോളജി, ഹെൽത്ത് കെയർ, FMCG ഈ പ്രധാനപ്പെട്ട സെക്ടറുകളിലെല്ലാം ഒരുപോലെ ഒരു തളർച്ചയുണ്ടായി. പോരാത്തതിന് വിദേശ നിക്ഷേപകർ തുടർച്ചയായി പണം പിൻവലിക്കുന്നുണ്ടായിരുന്നു. അതും മാർക്കറ്റിനെ നന്നായിട്ട് ബാധിച്ചു. ഇനി ഗ്ലോബൽ കാര്യങ്ങളിലേക്ക് വന്നാൽ അവിടെയും ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഒന്നാമത്തേത്, അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാര ചർച്ചകൾ. അതിലൊരു ഉറപ്പില്ലായ്മ നിഴലിക്കുന്നുണ്ട്. അതോടൊപ്പം അമേരിക്കയുടെ സെൻട്രൽ ബാങ്കായ ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കൂട്ടുമോ എന്നൊരു പേടി എല്ലാവർക്കും ഉണ്ടായിരുന്നു. അത് നിക്ഷേപകരെ കൂടുതൽ ജാഗ്രതയുള്ളവരാക്കി. അപ്പൊ ഇന്നത്തെ കാര്യം നമ്മൾ കണ്ടു. പക്ഷേ ഒരു ദിവസത്തെ മാത്രം കണക്ക് നോക്കിയിട്ട് കാര്യമില്ല. ഈ വർഷം മൊത്തത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് കൂടി നോക്കുമ്പോഴേ നമുക്കൊരു വലിയ ചിത്രം കിട്ടും. നോക്കൂ, ഇന്നത്തെ ഇടിവ് പ്രധാനമായും ബാധിച്ചത് നിഫ്റ്റി 50യിലെ വലിയ കമ്പനികളെയാണ്. പക്ഷേ രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, കുറച്ചു കാലമായി സ്മോൾ ക്യാപ്പ്, അതായത് ചെറിയ കമ്പനികളുടെ ഓഹരികൾ തരക്കേടില്ലാത്ത പ്രകടനം കാഴ്ചവെക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ട്രെൻഡിൽ നിന്നുള്ളൊരു മാറ്റം കൂടിയാണ് നമ്മൾ ഇന്ന് കാണുന്നത്. അപ്പോൾ ശരി, ഇത്രയും കാര്യങ്ങൾ നമ്മൾ കണ്ടു. ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഇനി മാർക്കറ്റ് എങ്ങോട്ടാണ് പോകാൻ സാധ്യത? അടുത്ത കുറച്ച് ദിവസങ്ങളിലും ആഴ്ചകളിലും മാർക്കറ്റിന്റെ ഗതി എങ്ങോട്ടായിരിക്കുമെന്നറിയാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അവ എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രധാനമായും 4 കാര്യങ്ങളാണ്. 1. വിദേശ ഫണ്ടുകൾ ഇനിയും പണം പിൻവലിക്കുമോ അതോ തിരികെ നിക്ഷേപിക്കുമോ എന്ന് നോക്കണം. 2. ആഗോള സൂചനകൾ, പ്രത്യേകിച്ച് അമേരിക്കൻ ഫെഡിന്റെ തീരുമാനങ്ങൾ. 3. വ്യാപാര കരാർ ചർച്ചകളിൽ എന്തെങ്കിലും നല്ല വാർത്ത വരുമോ? 4. നമ്മുടെ നാട്ടിലെ ഓരോ സെക്ടറും ഈ സമ്മർദ്ദങ്ങളോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നതെന്നും വളരെ പ്രധാനമാണ്. പക്ഷെ കേൾക്കുന്നതെല്ലാം അത്ര മോശം വാർത്തകളല്ല കേട്ടോ. ദി ഇക്കണോമിക് ടൈംസ് പറയുന്നത് പോലെ ഈ തളർച്ചയ്ക്കിടയിലും ചില അനലിസ്റ്റുകൾ നല്ല അവസരങ്ങൾ കാണുന്നുണ്ട്. അവർ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് 2 സെക്ടറുകളാണ്: കൺസംഷനും ബാങ്കിങ്ങും. അവരുടെ അഭിപ്രായത്തിൽ മാർക്കറ്റ് മൊത്തത്തിൽ താഴേക്ക് പോകുമ്പോൾ അടിസ്ഥാനപരമായി ശക്തമായ ഈ സെക്ടറുകളിലെ ചില നല്ല ഓഹരികൾ യഥാർത്ഥ വിലയേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് ഒരു പ്രധാനപ്പെട്ട ചോദ്യത്തിലാണ്. മാർക്കറ്റിലെ ഈ അനിശ്ചിതാവസ്ഥ കാണുമ്പോൾ നമ്മൾ പേടിച്ചു മാറി നിൽക്കണോ, അതോ ഇതൊരു അവസരമായി കണ്ട് ധൈര്യം കാണിക്കണോ? ശരിക്കും പറഞ്ഞാൽ ഇത് ജാഗ്രതയുടെ സമയമാണോ അതോ ധൈര്യത്തിൻ്റെതാണോ? ആലോചിച്ചു നോക്കൂ.